ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടക്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവയർനെസ്സും ട്രാഫിക്കും കഴിഞ്ഞിരുന്നു. ഇനി എൻഗേജ്മെൻറ്റ്സ് ആണ് നമുക്ക് പറയേണ്ടത്. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളിങ്ങനെ ഒരു എക്സലിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എൻഗേജ്മെൻറ്റ്സിലൊക്കെ സെയിം സ്റ്റെപ്സ് തന്നെയാണ്. ക്യാമ്പയിൻസ് നമ്മളെങ്ങനെ ചെയ്യുന്നു, അതേപോലെ തന്നെ ആഡ്സ് മാനേജ്മെൻറ്റ്, ആഡ് സെറ്റ് നെയിം എങ്ങനെ സെറ്റ് ചെയ്യുന്നത്, ആഡ് നെയിം എങ്ങനെ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിലൊന്നും വലിയ ഡിഫറൻസ് ഇല്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എവിടെ ഡിഫറൻസ് എന്തൊക്കെയാണെന്നുള്ളത്. ചെറിയ ഒരു മാറ്റങ്ങൾ വരുത്താറുള്ളൂ. അപ്പോൾ നമ്മൾ നമ്മളിതിലേക്ക് വന്നു. നമ്മൾ ക്രിയേറ്റിംഗ് ആഡ്സ്, അതിൽ എൻഗേജ്മെൻറ്റ്സ് നമ്മൾ സെലക്ട് ചെയ്യുക. എന്ത് ചെയ്യുക, മാനുവൽ എൻഗേജ്മെൻറ്റ് സെറ്റ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മളിതിൽ നെയിം കൊടുക്കുക. സാധാരണ പോലെ തന്നെ നിങ്ങൾ എന്താണോ ആ നെയിം കൊടുക്കുക, ആ നെയിം കൊടുത്ത് വേറെ ഇതിലൊന്നും ചേഞ്ച് ചെയ്യണ്ട. നിങ്ങളിപ്പോൾ ആ നെയിം HH ആണെന്നുണ്ടെങ്കിൽ നെയിം കൊടുത്ത് നമ്മൾ നെക്സ്റ്റ് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയും ആഡ് സെറ്റ് നെയിം എന്താണോ അതും നിങ്ങൾ അതേപോലെ തന്നെ എന്താണോ നെയിം വെച്ചെങ്കിൽ ആ നെയിം നിങ്ങൾ കൊടുക്കുക, പ്രൊവൈഡ് ചെയ്യുക. പിന്നെ അതേപോലെ കൺവെൻഷൻ്റെ അവിടെയാണ് ചേഞ്ച് വരുത്തേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാ മെസ്സേജ് ആണോ എന്താണ്, കൂടുതൽ നമുക്ക് ഇതിൽ മെസ്സേജാണ് എൻഗേജ്മെൻറ്റ് വരേണ്ടത്. അതേപോലെ ഫേസ്ബുക്ക് ഇതൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ എല്ലാ കണക്ഷൻസും പറയുന്നുണ്ട് കേട്ടോ. നേരത്തെ അവയർനെസ്സിലാണോ അതോ എനിക്ക് ഡൗട്ട് ഉണ്ട് ട്രാഫിക്കിലാണോ, എല്ലാം കൂടി നമ്മൾ സെലക്ട് ചെയ്യാൻ നോക്കി നോക്കുമ്പോൾ പറ്റിയിരുന്നില്ല. ആരെങ്കിലും ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. പക്ഷെ നമുക്ക് ഇതിലിപ്പോൾ മെസ്സഞ്ചറിൽ ഇൻസ്റ്റയിലും നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ ഡിസ്കണക്ട് ചെയ്യാം. എന്നിട്ട് നമ്പർ ഏതാണെന്ന് വെച്ചെങ്കിൽ അത് കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ വരുന്നത് ബഡ്ജറ്റ് നമ്മൾ സെറ്റപ്പ് ചെയ്യാം. അതേപോലെ തന്നെ ഇതിൻ്റെ ഓഡിയൻസ് എന്താണ്, ഇന്ത്യ, അങ്ങനെയുള്ള കാര്യങ്ങൾ എത്രയാണ്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ്, അതായത് ഏജ്, അതേപോലെ തന്നെ ജെൻഡർ എന്താണോ ഡീറ്റെയിൽ, നമുക്ക് ടാർഗറ്റിങ് എവിടേക്കാണ്, എങ്ങനെയുള്ള സ്ഥലങ്ങളാണോ ടാർഗറ്റ് ചെയ്യേണ്ടത്, അതായത് വർക്കിംഗ് ആണോ അങ്ങനെ എഡ്യൂക്കേഷൻ പീപ്പിൾസ് ആണോ, ആരാണോ നിങ്ങൾ ആഡ്സ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്, അതൊക്കെ ഒരു പ്രീ പ്ലാൻഡ് ആയിട്ട് നിങ്ങൾ സെറ്റപ്പ് ചെയ്തിരിക്കണം. എന്നിട്ട് നമ്മൾ അവരെ അതിനനുസരിച്ച് ചെയ്യാം. പിന്നെ മാക്സിമം നമ്പർ ഓഫ് കൺവെൻഷനാണ് ഇതൊക്കെ. അങ്ങനെ കാര്യങ്ങൾ അതത്രയേ ഉള്ളൂ. പിന്നെ നിങ്ങൾ ആഡ് പോസ്റ്ററിൻ്റെ അവിടെയും നിങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ സെയിം പ്രൊസീജിയർ തന്നെ, വേറെ വലിയ ഡിഫറൻസോ ഒന്നുമില്ല. സെയിം ലൈക്ക് ട്രാഫിക്കിൻ്റെ അതേപോലെ തന്നെ നിങ്ങൾ ആഡ് മാനേജ് ചെയ്യണമെങ്കിൽ ഇമേജ്, അതേപോലെ വീഡിയോ ആണെങ്കിൽ വീഡിയോ, അങ്ങനെയുള്ള നിങ്ങൾ എന്താണെന്ന് കൊടുക്കുന്ന ആ ടൈറ്റിൽ അങ്ങനെ കൊടുക്കുക. ജസ്റ്റ് ഞാൻ നെക്സ്റ്റ് അടിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇതിലിങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ 7.90 കൺവെൻഷൻ നമുക്ക് കിട്ടും. എന്താണ് നമ്മളെ ഇതെന്ന് പറയുന്നത് അതിൻ്റെ മുന്നേ തന്നെ അവർ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ ഫിൽറ്റർ ചെയ്ത് വരുമ്പോഴൊക്കെയാണ് 15. നമ്മൾ 200 നമ്മളെ ബഡ്ജറ്റ് കൊടുക്കുമ്പോൾ തന്നെ എൻഗേജ്മെൻറ്റിൽ നമുക്ക് ഇത്രയും വരുന്നുണ്ട്, 19 കൺവെൻഷൻ വരുന്നുണ്ട്. ഓക്കെ, ഇനി അത് നെക്സ്റ്റ് എന്ന് കൊടുത്തിട്ട് നമ്മൾ ഫിൽറ്റർ ചെയ്ത് വരുമ്പോഴാണ് ഇതാവുന്നത്. പിന്നെ ഇതേപോലെ ആഡ് പോസ്റ്റർ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക. നിങ്ങൾ ഫേസ്ബുക്ക് പേജ് ഇത് സെലക്ട് ചെയ്യുക. ഇതിൽ വേറെ ഒരു കേസ് ഉണ്ട് കേട്ടോ. ഇതിൽ സിംഗിൾ ഇമേജ് വീഡിയോ സെറ്റപ്പ് ചെയ്യുക, മൾട്ടി ഓക്കെ. എൻഗേജ്മെൻറ്റിൽ ഫ്ലെക്സിബിൾ ആണോ അതോ, ഒരു മിനിറ്റ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഇതിൽ അല്ല, നമ്മൾ മൾട്ടി ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ടേ നമുക്ക് കൂടുതലും നമ്മുടെ പ്രൊഫൈലിലേക്ക് ലൈക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. അത് വ്യൂ ആക്റ്റീവ് റൂൾസ്, ടേൺ അഡ്വാൻറ്റേജസ് ഓഫ് എക്സ്പാൻഡ് ഇമേജ്, മാനേജ് ഓട്ടോ റൂൾസ്, പാർട്ട്ണർഷിപ്പ് ആഡ്. ഇതാണോ പാർട്ട്ണർഷിപ്പ് ആഡ്? എഡിറ്റ് ഇവിടെ അല്ല, ഇതിൽ പാർട്ട്ണർഷിപ്പ് ആഡിലാണോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാനാണ്. യെസ്, പെർമിഷൻ റെക്കോർഡ്. നോ ഇതല്ല.
അതൊരു സെറ്റപ്പ് ഉണ്ട്, അത് ഞാൻ നോക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് അടിപൊളി സെറ്റപ്പാണ്. നമുക്ക് ഫേസ്ബുക്കിൽ പേജ് ലൈക്ക് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നതാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വ്യക്തമായിട്ട് ഞാൻ കാണിച്ചു തരാം. അതിന് ഞാൻ ഒരു വീഡിയോ എന്തായാലും ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ പാർട്ട്ണർഷിപ്പ് ആഡൊക്കെ നമ്മൾ ക്ലോസ് ചെയ്തു. ഇതേപോലെ നമുക്ക് കിട്ടുന്നതാണ്. അതായത് നമുക്ക് ഈ ഒരു സെറ്റപ്പിൽ നമുക്ക് ലൈക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൊരു ഓപ്ഷൻസാണ് അത് അവൈലബിൾ ആവുന്നത്. അതെങ്ങനെയെന്നുള്ളത് നോക്കാം. പിന്നെ സിംഗിൾ ഇമേജ് ഓർ വീഡിയോസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ട്രാക്കിങ്, നമ്മൾ ഏതാണോ ഇമേജ് എന്നുള്ളത് ആ ഇമേജ് നിങ്ങളിവിടെ സബ്മിറ്റ് ചെയ്യുക. ക്രിയേറ്റ് ഇമേജ് പഴയ ആ സെയിം ആസ് ഇറ്റ് ഈസ് തന്നെയാണ്. നമ്മളിപ്പോൾ ഇതാണ് ഒരു പോസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്ത് നെക്സ്റ്റ് കൊടുത്ത് അതെങ്ങനെയാണ് വരുന്നത് നമ്മൾ ഒറിജിനൽ കൺവെൻഷൻ കൊടുക്കുക, എങ്ങനെയാണ് വരുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതാക്കാൻ പറ്റും. ടെസ്റ്റ് ചെയ്യുക എന്താണ് നിങ്ങൾക്ക് എലമെൻ്റ് അവിടെ വരേണ്ടത് വെച്ചെങ്കിൽ എലമെൻ്റ് ഹെഡ്ലൈൻ എന്താണോ അങ്ങനെ ഉണ്ടെങ്കിൽ മെസ്സേജ് വാട്സപ്പ് മെസ്സേജാണ് കോൾ ഓഫ് ആക്ഷനിൽ അത് സെയിം തന്നെ. നിങ്ങൾ രണ്ടെണ്ണം നോക്കുമ്പോഴേക്ക് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ആഡ് പ്രീവ്യൂൻ്റെ ഇവിടെ നോക്കുക ഫേസ്ബുക്ക് ഫീഡ് എന്തൊക്കെയാണ് വരുന്നത്. നിങ്ങൾ എന്താണോ ടൈപ്പ് ചെയ്ത് ഇവിടെ ഇപ്പോൾ ഒന്നും ഞാൻ ടൈപ്പ് ചെയ്യാത്ത കാരണം ഒന്നും വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് വെച്ചാൽ നിങ്ങളത് നോക്കുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സുകളുണ്ടെങ്കിൽ നമ്മളെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തു തരും കേട്ടോ. ഓക്കെ, വേറെ ഇതിലൊന്നും ചെയ്യാനില്ല. പിന്നെ നിങ്ങൾ URL ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. ജസ്റ്റ് അങ്ങനെ ചെയ്തു പോയാൽ മതി. എന്നിട്ട് പബ്ലിഷ് ചെയ്യുക. വേറെ കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഇതിലൊന്നും ചെയ്യാനില്ല. ഓക്കെ ഓൾ ഓഫ് യു. അപ്പോൾ നമ്മൾ ഈ ഒരു എൻഗേജ്മെൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞിരുന്നു. ഇനി നമുക്ക് ലീഡ്സിലാണ് സെറ്റപ്പ് ചെയ്യാനുള്ളത്. അപ്പോൾ അതെങ്ങനെ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ ഓൾ ഓഫ് യു, ബൈ ബൈ, സി യു നെക്സ്റ്റ് ക്ലാസ്.